Good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Good morning, ma'am. Okay. കഴിഞ്ഞെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും നോമ്പുള്ള കാര്യമില്ലാത്ത തന്നെ പറഞ്ഞത് അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ശരി, കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്ത കാര്യങ്ങൾ എല്ലാവരും നമ്മൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് കണ്ടത്? ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ? ന്യൂക്ലിയർ മെഡിസിൻ നമ്മൾ കണ്ടിരുന്നു. ഓങ്കോളജി അല്ലെ? ഓങ്കോളജി. ഞാൻ ചോദിക്കട്ടെ, ദ സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി, അതിനെന്താ നമ്മൾ പറയാം? അത് ഏത് ടൈപ്പ് ഓഫ് ഓങ്കോളജിയാണ്? സർജിക്കൽ ഓങ്കോളജി. ഓക്കെ, വെരി ഗുഡ്. ഇനി ക്യാൻസർ ട്രീറ്റ്മെന്റ് യൂസിങ് റേഡിയേഷൻ തെറാപ്പി, ഏത് ടൈപ്പാണത്? Radiation ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്താണ് നമ്മുടെ കണ്ണ് അല്ലെ? കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓഫ്താൽമോളജി. ഓഫ്താൽമോളജി. ഓക്കെ, കറക്റ്റ് ആണ്. ഓഫ്താൽമോളജി അല്ലെ? പിന്നെ നമ്മുടെ ഐയുടെ അതായത് കണ്ണിന്റെ ചലന വൈകല്യങ്ങൾ, മൂവ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ബൈനോക്കുലർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിഫക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണലുകളെ നമ്മൾ എന്താണ് പറയാം? അതെന്താ നമ്മൾ പറയാം? എന്താണ് പറയാ? ഓർത്തോപ്റ്റിസ്റ്റ് കേട്ടോ, ഓർത്തോപ്റ്റിസ്റ്റ്. അപ്പൊ അത് കേൾക്കുമ്പോ ഓർത്തോ എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് നിങ്ങൾ ബോൺസ് ആയിട്ട് അങ്ങനെ ചിന്തിക്കരുത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന കണ്ണിന്റെ ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഓർത്തോപീഡിക്സ് പറഞ്ഞു അല്ലെ? അതായത് നമ്മുടെ എന്താണ് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റവുമായിട്ട്, നമ്മുടെ അസ്ഥിവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? നമ്മളതില് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അതിനകത്ത് പറയുന്നത്? എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ പരിഹരിക്കപ്പെടുന്നത് ഓർത്തോപീഡിക്സിനകത്ത്? പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അതായത് പിടിപ്പെല്ലിന്റെ ഭാഗത്തുണ്ടാവുന്ന റീപ്ലേസ്മെന്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യുന്നത്? ഓർത്തോപീഡിക്സിനകത്താണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ന്യൂ ബോൺ ബേബീസുമായിട്ട് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? Pediatrics and neonatology. ന്യൂബോൺ ബേബീസ്, നവജാത ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള നിയോനാറ്റോളജി. എന്താണ് നിയോനാറ്റോളജി കേട്ടോ? പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എന്ത് വരുന്നത്? നിയോനാറ്റോളജി വരുന്നത് കേട്ടോ. നിയോ എന്ന് പറയുമ്പോൾ നിയോ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂ എന്നാണ് കേട്ടോ. ന്യൂബോൺ ബേബീസ് ആണ് കേട്ടോ, നവജാത ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ സൈക്യാട്രി നമ്മൾ കണ്ടിരുന്നു. പൾമണോളജി അല്ലെ? പൾമണോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏത് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് പൾമണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അത്രയും നമ്മൾ പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറി ജസ്റ്റ് നമ്മൾ പറഞ്ഞ് നിർത്തി അല്ലെ? സോ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പ്ലാസ്റ്റിക് സർജറി ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് പ്ലാസ്റ്റിക് സർജറി? പ്രധാനമായിട്ടും രണ്ട് വിഭാഗമാണുള്ളത് അല്ലെ? രണ്ട് തരത്തിലാണ്. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതായത് പ്ലാസ്റ്റിക് സർജറി മെയിൻ ആയിട്ട് രണ്ട് വിഭാഗമുണ്ട്. ഏതൊക്കെയാണത്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറി. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ളത്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും കോസ്മെറ്റിക് സർജറി. ഓക്കെ, നമുക്കൊന്ന് വായിക്കാം കേട്ടോ. Plastic surgery. It is a surgical specialty in medicine
that focuses on surgical repair of defects of form or function of any of the human body. അല്ലെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഡിഫക്ട്സ് ഓഫ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകല്യങ്ങളാണ് കേട്ടോ. ഈ പറയുന്ന ഘടനയിൽ ഉണ്ടാവുന്ന വൈകല്യങ്ങളാവാം, ഫംഗ്ഷനിൽ വരുന്ന വൈകല്യങ്ങളാവാം. അതിനെയൊക്കെ എന്താണ് ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിക്കുകൾ മൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങളായിരിക്കാം. പരിക്ക് വന്ന ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ അറ്റുപോവുക, അതുപോലെ തന്നെ പൊള്ളല് അല്ലെ, പൊള്ളലേറ്റതിന് ശേഷം ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, ശസ്ത്രക്രിയയിലൂടെ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ സർജറി ഒക്കെ ചെയ്യില്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന വൈകല്യങ്ങൾ. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ അത് പഴയൊരു ഫോമിലൂടെ റീകൺസ്ട്രക്ട് ചെയ്യാണ്. കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ച് നിർമ്മിക്കുക. റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പുനർനിർമ്മിക്കുക അല്ലെ, റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് സർജറിയാണ് നമ്മൾ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് കേട്ടോ. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി കറക്റ്റ്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട് കേട്ടോ. ഘടനാപരമായിട്ടും അതുപോലെ തന്നെ പ്രവർത്തനപരമായിട്ടും ഫങ്ഷണലിൽ വരുന്ന വൈകല്യങ്ങളെ കറക്റ്റ് ചെയ്യുന്ന സർജറിയാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമുക്കറിയാം, ഇപ്പൊ എന്തെങ്കിലും മുറിവുകളൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ അറ്റുപോവുക, ഇപ്പൊ നമ്മുടെ കൈയോ കാലോ വിരലുകളോ ചെവിയോ എന്ത് ഭാഗങ്ങളോ ആവാം അല്ലെ, അതൊക്കെ അറ്റുപോയി കഴിഞ്ഞാൽ അതിനെ പിന്നീട് എന്താണ് പഴയ സ്ഥാനത്തേക്ക് തുന്നി പിടിപ്പിക്കാം അല്ലെ, പഴയ സ്ഥാനത്തേക്ക് അതിനെ കൂട്ടിച്ചേർക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഏതിനകത്ത് നടക്കുന്നുണ്ട്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ നടക്കുന്നുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി തന്നെയാണ്. കാരണം വെറുതെ തുന്നി പിടിപ്പിക്കുകയല്ല, തുന്നി പിടിപ്പിക്കുമ്പോൾ ഈ പറയുന്ന പോലെ അടുത്തുള്ള ബ്ലഡ് വെസലുകള്, സ്കിന്നുകള്, ബോൺസുകള്, സെല്ലുകള്, ടിഷ്യൂസ്, അങ്ങനെ അത്രയും മൈന്യൂട്ടായ കാര്യങ്ങള് ഒരുമിച്ച് വേഗം അത് കൂട്ടിച്ചേർക്കാനായിട്ട്. അപ്പൊ അത് റീക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു പഴയ ഫോമിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് എന്റെ പേര് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ എന്താണ്? കോസ്മെറ്റിക് സർജറി ആണ് അല്ലെ. കോസ്മെറ്റിക് സർജറി എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് ഈ പറയുന്ന മെഡിക്കൽ സർജിക്കൽ പ്രൊസീജിയറുകളിലൂടെ നമ്മുടെ എന്താണ് ബോഡിയുടെ ഭംഗി കൂട്ടുക അല്ലെ, അതായത് അഭംഗി കുറച്ച് ഭംഗി കൂട്ടുക. അപ്പൊ കൂടുതലും നമുക്ക് ഇഷ്ടം പോലെ അറിയുന്നത്, ഇപ്പൊ മിക്കവാറും എല്ലാ ഫിലിം സ്റ്റാറുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഉള്ള സർജറികളാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പൊ നമ്മള് കണ്ണിന്റെ, ഞാൻ പറഞ്ഞിരുന്നു ബ്ലിഫാറോപ്ലാസ്റ്റി എന്നൊക്കെ പറയും, നമ്മുടെ ഇങ്ങനെ കണ്ണിന്റെ കോളം ഇങ്ങനെ കുറച്ചും കൂടി ഉയർത്തി കണ്ണ് കുറച്ചും കൂടി വിടർന്നതാവാനായിട്ട്. അതുപോലെ മൂക്കിനകത്ത് ചെയ്യും, മൂക്കിന്റെ ഷേപ്പില് വ്യത്യാസം വരും, റൈനോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. മിക്കവാറും ഇപ്പൊ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. കാരണം ഒത്തിരിയേറെ കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാവിധ നടിമാരും നടന്മാരൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് തൂങ്ങി കിടക്കുന്ന അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള അതൊക്കെ കോസ്മെറ്റിക് സർജറിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ വയർ തൂങ്ങി കിടക്കുക, അപ്പൊ തൂങ്ങി കിടക്കുന്ന വയറിന്റെ ഭാഗത്തുള്ള ഫാറ്റുകളൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ ട്രിം ആക്കുക, ടെർമിനേറ്റ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കോസ്മെറ്റിക് സർജറികൾ ഇന്ന് നടക്കുന്നുണ്ട്. കോസ്മെറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഭംഗി കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതാണ് ദാറ്റ് എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ദ ബോഡി, ഭംഗി കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടൈപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ പ്ലാസ്റ്റിക് സർജറിക്ക് പ്രധാനമായിട്ടും രണ്ട് വിഭാഗമാണ് ഉള്ളത്, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറി. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണ്. അടുത്തത് കേട്ടോ, നെക്സ്റ്റിലോട്ട് നമുക്ക് പോവാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ചില ഡിപ്പാർട്ട്മെന്റുകൾ രണ്ടെണ്ണം ഒരുമിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പീഡിയാട്രിക്സ്, നിയോനാട്രോളജി എന്ന് പറയുമ്പോൾ, പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ, നിയോനാട്രോളജി എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കളുടെയാണ് കേട്ടോ. എന്നതുപോലെ അടുത്തതാണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിരിക്കും പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. യൂറോളജി എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവും അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ, യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? ആൻഡ്രോളജി. എന്തായിരിക്കും ആൻഡ്രോളജി? ഇനി ഐഡിയ
കറക്റ്റ് ആണ് കേട്ടോ. തൻസിയ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നമ്മള് ഫീമെയിൽസിന്റെ ഗൈനക്കോളജി പറഞ്ഞില്ലേ, എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗൈനക്കോളജി എന്നതുപോലെ പുരുഷന്മാർക്ക് അവരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ, ഓക്കെ, അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻഡ്രോളജി. ആൻഡ്രോജൻ എന്നൊക്കെ പറയുന്നത് മെയിൽ ഹോർമോണാണ് കേട്ടോ. ഓക്കെ, ആൻഡ്രോളജി നമ്മുടെ രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. നോക്കാം, the branch of medicine that focuses on surgical and medical disease of the male and female urinary tract system and male reproductive organs. രണ്ടും കൂടെ ഒരുമിച്ചാണ് അവർ പറഞ്ഞത് കേട്ടോ. യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളിലും പുരുഷന്മാരിലുമുള്ള യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അത് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി. ആൻഡ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ, പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഗൈനക്കോളജി ഉള്ളത് പോലെ പുരുഷന്മാർക്ക് എന്താണ്? ആൻഡ്രോളജി ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓർഗൻസ് അണ്ടർ ദ ഡൊമെയിൻ ഓഫ് യൂറോളജി ഇൻക്ലൂഡ് ഏതൊക്കെ അവയവങ്ങളാണ്? നമ്മളിപ്പോ യൂറോളജി എന്ന് പറയുമ്പോൾ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിൽ വരുന്ന ഓർഗൻസുകൾ ഏതൊക്കെയാണ് നോക്കിക്കേ. ഏതൊക്കെയാണ്? കിഡ്നീസ് അല്ലെ, കിഡ്നി വരുന്നുണ്ട്. അഡ്രീനൽ ഗ്ലാൻസ് ആണ്, അഡ്രീനൽ ഗ്ലാൻസ്. അതുപോലെ തന്നെ യൂറിറ്റേഴ്സ്. യൂറിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ മൂത്രനാളി എന്നൊക്കെ പറയില്ലേ, മൂത്രനാളികളാണ് കേട്ടോ. യൂറിനറി ബ്ലാഡർ. ഓക്കെ, പിന്നെന്താണ്? യൂറിത്ര. യൂറിത്ര എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ, മൂത്രനാളി, മൂത്രവാഹിനി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഒപ്പം ആൻഡ്രോളജി നമ്മൾ പറയുന്നുണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കേട്ടോ. ഇത്രയും ഉൾപ്പെടുന്നതാണ് എന്ത്? യൂറോളജി ആൻഡ് ആൻഡ്രോളജി. യൂറോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന ഓർഗൻസുകൾ ഏതൊക്കെ വരും? ഇതിനകത്ത് കിഡ്നി വരും, അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻസുകൾ വരും, യൂറിറ്റേഴ്സ് വരും, യൂറിനറി ബ്ലാഡർ വരും അല്ലെ, മൂത്രസഞ്ചി, അതുപോലെ മൂത്രവാഹിനി, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? യൂറോളജിക്കകത്ത് വരുന്നത്. ആൻഡ്രോളജി എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകളാണ് അവിടെ ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. Urology combines the management of medical conditions such as urinary tract infections and with the management of surgical conditions such as bladder or prostate cancer, kidney stones, congenital abnormalities, traumatic injury, etc. അതായത് ഇപ്പൊ യൂറോളജി എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾ, അതായത് അവിടെ മെഡിക്കൽ ചില തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസിനാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ആണ്? ഇപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ, പുരുഷന്മാരിലും വരാറുണ്ട്, സ്ത്രീകളിലും വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളിലാണ്, പക്ഷെ പുരുഷന്മാരിൽ റയറാണ്, പക്ഷെ വന്നാൽ അത് വളരെ സിവിയർ ആയിരിക്കും, ഗുരുതരമായിരിക്കും കേട്ടോ. പുരുഷന്മാരിൽ പൊതുവെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ അത് വരികയാണെങ്കിൽ വളരെ സിവിയർ ആയിട്ട് അവർക്ക് വരുന്നത്. അതേസമയം സ്ത്രീകൾക്ക് പിന്നീട് എന്ത് വരുന്നുണ്ട്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ. അപ്പോ ഈ പറയുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലുള്ള മെഡിക്കൽ കണ്ടീഷൻസിന്റെ മാനേജ്മെന്റും അതോടൊപ്പം തന്നെ എന്താണ്? ബ്ലാഡർ ഓഫ് പ്രോസ്ട്രേറ്റ് ക്യാൻസർ അല്ലെ, ബ്ലാഡർ സബ് ബ്ലാഡറിൽ വരുന്ന ക്യാൻസർ, പ്രോസ്ട്രേറ്റ്. പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ പറയുന്ന പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പ്രോസ്ട്രേറ്റിന് വരുന്ന ക്യാൻസർ 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് ധാരാളമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്ട്രേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോസ്ട്രേറ്റ് ക്യാൻസർ, അതുപോലെ കിഡ്നി സ്റ്റോൺസുകള്, കൺജെനിറ്റൽ അബ്നോർമൽ. കൺജെനിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈ ബർത്ത് ആണ് കേട്ടോ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങള്. അതുപോലെ തന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി, ദാറ്റ് മീൻസ് ഇഞ്ചുറി റിലേറ്റഡ് ടു ദ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ഇഞ്ചുറീസുകൾ കേട്ടോ. ഇങ്ങനെയുള്ള സർജിക്കൽ കണ്ടീഷൻസിന്റെ മാനേജ്മെന്റും അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പോലെയുള്ള അത്തരം മെഡിക്കൽ കണ്ടീഷൻസിന്റെ മാനേജ്മെന്റും ഒരുമിച്ച് ചേരുന്നതാണ് ഇത് യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. രണ്ട് കണ്ടീഷൻസിനെ അവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും മനസ്സിലാക്കാറുള്ളൂ. അപ്പൊ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ്രോളജി എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പിന്നെ അതിന് കീഴിൽ വരുന്ന ഓർഗൻസുകള് ട്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘാതം എന്നുള്ള അർത്ഥമാണ്. ട്രോമ
ട്രോമ എന്ന് പറഞ്ഞ ഗുരുതരമായിട്ടുള്ള പരിക്കുകള്, ആഘാതങ്ങള്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഞ്ചുറി അറിയാനുള്ള പരിക്കാണ്. അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ കേട്ടോ. ട്രോമ എന്നാണ് പറയുന്നത്. ട്രോമയ്ക്ക് പലതുണ്ട്. ശരിക്കും ആഘാതം അല്ലെങ്കിൽ പരിക്ക്, നമുക്ക് മെന്റൽ ട്രോമ വരാറുണ്ട് അല്ലെ, മാനസികമായിട്ടുള്ള ആഘാതം വരാറുണ്ട്. പിന്നെ നമ്മൾ ഒരു ശാരീരികമായിട്ട് നമുക്ക് വല്ല ആക്സിഡന്റ് കാര്യം വരുമ്പോൾ അപ്പോഴും നമുക്ക് ട്രോമാറ്റിക് ഈ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഓക്കെ, ആഘാതം അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കിനെയാണ് ട്രോമ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരിക്കുകൾ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ഓർഗൻസുകൾ ഒന്ന് പഠിച്ചു വെക്കാം. കിഡ്നി ഉണ്ട്, അതുപോലെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, യൂറിത്ര, അതുപോലെ യൂറിനറി ഗ്ലാൻഡ്, ഇങ്ങനെയുള്ള ഓർഗൻസുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിരുന്നു പറഞ്ഞത്? മനസ്സിലായോ? യൂറിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂത്രനാളിയാണ് കേട്ടോ. മൂത്രനാളി കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മള് ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എവിടുന്ന് തുടങ്ങിയെന്ന് ഓർമ്മയില്ല. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടാണ് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിനെടുത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ OPD എന്നും IPD എന്നും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. IPD നമ്മൾ മനസ്സിലാക്കി. OPD-യിൽ വരുന്ന ഒരു 24ഓളം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. അത്രയും ക്ലാസ്സുകളൊക്കെ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കാനില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ. ഒരു മെജോറിറ്റി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് വരുള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല, ചിലത് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മള് മറ്റേ എന്താണ് എൻഡോക്രൈനോളജി പറഞ്ഞപ്പോ, ഗൈസ്ട്രോ എൻട്രോളജി പറഞ്ഞപ്പോ, ഇപ്പൊ നമ്മൾ യൂറോളജി ഒക്കെ പറയുമ്പോൾ ചില ഓർഗൻസുകൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഓർഗൻസ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ ഓർഗൻസ് നിന്നിട്ട് അതിന് വരുന്ന പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നമുക്ക് അറിയാം. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോ 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 24 നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. അപ്പൊ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ വിഭാഗമാണ്. എന്താണത്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരാനറിയോ? ചില ഡിപ്പാർട്ട്മെന്റുകൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ, അത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ, അങ്ങനെയും ചോദിക്കും കേട്ടോ. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവര് ഇത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടുന്ന ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാൻ രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ ഇത്രയും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു അല്ലെ, അവയ്ക്കെല്ലാം വേണ്ട പിന്തുണ കൊടുക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് കേട്ടോ. ഓക്കെ, അത് ഏകദേശം ഒരു 12 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. 12 എളുപ്പമാണ് കേട്ടോ. ഒന്നാമത്തെ നോക്കിക്ക് ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ലബോറട്ടറീസ്, ലാബുകൾ അല്ലെ. ലാബുകൾ എന്താണ്? ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെയിൻ ആയിട്ടുള്ള പല മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ പിന്തുണയ്ക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലാബ് എന്ന് പറയുന്നത് അല്ലെ, ക്ലിനിക്കൽ ലബോറട്ടറീസ്. പിന്നെ റേഡിയോ ഡയഗ്നോസിസ് സർവീസ് അല്ലെ, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മൾ എക്സ്റേ, CT, MRI ഒക്കെ എടുക്കില്ലേ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. പിന്നെ നമ്മൾ പറഞ്ഞത് CSST ആണ് കേട്ടോ. CSST എന്താണ് അതിന്റെ ഫുൾ ഫോം? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. CSSD എന്നാണ് പറയാ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പിന്നെന്താണ്? ഹോസ്പിറ്റൽ ഫാർമസി. ഓക്കെ, ഫാർമസി. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പിന്നെന്താണ്? IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ മെഡിക്കൽ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഫിസിയോതെറാപ്പി. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ 12 എണ്ണം ഇതിനകത്ത് വരുന്നതാണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ്. മനസ്സിലായോ? കാര്യങ്ങൾ ക്ലിയർ ആയോ? ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ അവിടെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. നോക്കാം, നമുക്ക് ഫസ്റ്റ് വൺ വരുന്നതാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെ. ലാബ് എന്താന്നൊക്കെ നമുക്കറിയാം. ഇനി ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ പലതും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. CSST ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, റേഡിയോളജി ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ലബോറട്ടറി പഠിക്കാനുണ്ട്, ഹൗസ് കീപ്പിംഗ്, അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ്, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നോക്കാം നമുക്ക് ക്ലിനിക്കൽ ലബോറട്ടറീസ് കേട്ടോ. ലാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ ബയോളജിക്കൽ സ്പെസിമെൻസിനകത്ത് ഈ പറയുന്ന ബ്ലഡ്, രക്തം, കഫം, മലം, മൂത്രം ഇങ്ങനെയുള്ള ബയോളജിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ് അല്ലെ ലാബ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു 70% ഈ പറഞ്ഞ രോഗനിർണയങ്ങളൊക്കെ നടക്കുന്നത് ഇതിലൂടെ തന്നെയാണ്, ലാബ് ടെസ്റ്റിലൂടെ. ജസ്റ്റ് ആദ്യം ഒരു ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ഒരു പ്രൈമറി അസസ്മെന്റ് നടത്തുമെങ്കിലും എന്താണ് കൂടുതലും എന്താണ് ലാബ് ടെസ്റ്റുകളിലൂടെയാണ് നമുക്ക് ഒരുവിധപ്പെട്ട രോഗങ്ങളെ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു 70% രോഗനിർണയം നടക്കുന്നത് ഇതിലൂടെ തന്നെയാണ്, ലാബ് ടെസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ റേഡിയോളജി ആ ഒരു ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കാം ക്ലിനിക്കൽ ലബോറട്ടറീസ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറി ഈസ് ടു പെർഫോം ദ ലാബ് ടെസ്റ്റ് ഇൻ ദ 6 മെയിൻ ഫീൽഡ്സ് ഓഫ്, ഏതൊക്കെയാണ്? ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി അല്ലെ. എന്താണ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിന്റെ ക്ലിനിക്കൽ ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന 6 ഫീൽഡുകളിൽ എന്താണ് പരിശോധന നടത്തുക. നമ്മൾ ലബോറട്ടറി പഠിക്കും, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും, കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഏതൊക്കെയാണ് 6 മെയിൻ ഫീൽഡുകൾ? ഏതൊക്കെയാണ്? ഒന്ന് ബാക്ടീരിയോളജി, പേരിൽ തന്നെ നമുക്കറിയാം അല്ലെ. എന്താണ് ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാല്? ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയൽ അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന അസുഖങ്ങൾ വരുത്തുന്ന ബാക്ടീരിയകളെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തും? രോഗനിർണയം നടത്തും. ഓക്കെ, അപ്പൊ ബാക്ടീരിയോളജി. പിന്നെ അടുത്ത വിഭാഗം ഏതാണ്? ബയോകെമിസ്ട്രി. ഇതാണ് ബയോകെമിസ്ട്രി. എന്താണ് ബയോകെമിസ്ട്രി? ബയോളജിയും വരുന്നുണ്ട്, അതിനകത്ത് കെമിസ്ട്രിയും വരുന്നുണ്ട് അല്ലെ. അതായത് കെമിക്കൽ പ്രോസസ്സസിന്റെ ലിവിങ് ഓർഗാനിസം ആണ് കേട്ടോ. അതായത് ഒരു ജീവനുള്ള വസ്തുവിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് അല്ലെ ബയോകെമിസ്ട്രി. നമുക്കറിയാം നമ്മൾ ലിവിങ് ഓർഗാനിസത്തിനകത്ത് ധാരാളം ബയോമോളിക്യൂൾസ് ഉണ്ട് അല്ലെ. പ്രോട്ടീൻസുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത്, ലിപ്പിഡ്സ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പൊ അത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബയോമോളിക്യൂൾസിനെയൊക്കെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ റെഫർ ചെയ്യുന്നത്? അതായത് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിങ് ഓർഗാനിസം ആണ് അല്ലെ. ജീവനുള്ള വസ്തുവിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് എന്തുണ്ട്? ഹോർമോൺസുകൾ ഉണ്ട് അല്ലെ. ഈ പറയുന്ന ഹോർമോൺസുകളുടെ അസസ്മെന്റും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്, ബയോകെമിസ്ട്രിക്കകത്താണ് വരുന്നത്. കാരണം ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ധാരാളം അസുഖങ്ങൾ വരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഹോർമോണുകള്, നമ്മുടെ പറയുന്ന പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ് അങ്ങനെയുള്ള ബയോമോളിക്യൂൾസിനെയൊക്കെ പഠന വിധേയമാക്കിയിട്ടുള്ള അത്തരത്തില് രോഗനിർണയം നടത്തുന്ന ഒരു വിഭാഗമാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്ടീരിയോളജി വിഭാഗമുണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട്, ഹിസ്റ്റോളജി. എന്താണ് ഹിസ്റ്റോളജി? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോശങ്ങളെ കുറിച്ച്. ഓക്കെ, ടിഷ്യൂ ആണ് കേട്ടോ. കോശത്തിനെ കുറിച്ചുള്ള ശരിയാണ്, കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത് കേട്ടോ. സെല്ലാണ് കോശം, ടിഷ്യൂ. ഓക്കെ, ടിഷ്യൂസിനെ പറ്റി കലകൾ നമ്മൾ പറയും കേട്ടോ. ഇത്തരം കോശങ്ങൾ കൂടി ഒരു ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലാണ്, കോശങ്ങളാണ്. ഇങ്ങനെ കോശങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത്. കലാന്നാണ് കേട്ടോ. ഓക്കെ, ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഈ ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. എഴുതി വെച്ചോട്ട് അറിയാത്തവര്. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, കലകളെ കുറിച്ചുള്ള പഠനമാണ്. പ്രത്യേകിച്ച് നമുക്ക് ടിഷ്യൂന്റെ ഒക്കെ ടെസ്റ്റിംഗ് എവിടെയാ വരിക? ഈ ക്യാൻസറിന്റെ ഒക്കെ സ്ക്രീനിങ് ടെസ്റ്റിനൊക്കെയാണ് നമ്മൾ സെല്ലുകളും ടിഷ്യൂസ് ഒക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് അതിന് നമ്മൾ പല ലാബ് ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഹിസ്റ്റോളജി വിഭാഗമുണ്ട്.
സെറോളജി. എന്താണ് പറയുന്നത്? സെറോളജി. സെറോളജി എന്തായിരിക്കും? ബ്ലഡ് ഫ്ലൂയിഡ്. കറക്റ്റ് ആണ് ജിബി. അതായത് സെറം എന്ന് നമ്മൾ പറയും. എന്താണ് സെറം? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ സെറം. അതായത് നമ്മുടെ ബ്ലഡിന്റെ ക്ലിയർ ലിക്വിഡ് ആണ് കേട്ടോ. ബ്ലഡിൽ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്. നമ്മുടെ ബ്ലഡിനകത്ത് പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെല്ലുകൾ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അല്ലെ. അപ്പൊ അതിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ക്ലിയർ ലിക്വിഡ് പോർഷൻ ഓഫ് ദ ബ്ലഡിനെയാണ് നമ്മുടെ സെറം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയും? സെറം കേട്ടോ. അതായത് ക്ലിയർ ലിക്വിഡ് പോർഷൻ ഓഫ് ദ ബ്ലഡ്. ബ്ലഡിന്റെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറം എന്ന് പറയുന്നത്. ഈ സെറത്തിനകത്ത് ധാരാളം എന്താ പറയാ, ഈ പറയുന്ന മറ്റുള്ള ആന്റിബോഡീസ് ഒക്കെ ഉണ്ട്. ആന്റിബോഡീസ്, ആന്റിജൻസ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതിന് പഠന വിധേയമാക്കിക്കൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള ചില സ്പെഷ്യൽ ആന്റിബോഡീസ് ഒക്കെ വരും. ഇത് വല്ല അസുഖങ്ങളൊക്കെ വരും. ഇപ്പൊ കോവിഡ് ഒക്കെ വരുന്ന സ്പെഷ്യൽ ആന്റിബോഡീസ് നമ്മുടെ ഈ പറയുന്ന ബ്ലഡിനകത്ത് ഉണ്ടാക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആന്റിബോഡീസിലും ആന്റിജൻസുകളെയൊക്കെ പഠന വിധേയമാക്കിക്കൊണ്ട് നമ്മൾ എന്ത് നടത്താണ്? പല രോഗങ്ങളുടെയും ഡയഗ്നോസിസ് നടത്താണ്. അതാണ് സെറോളജിക്കകത്ത് വരുന്നത് കേട്ടോ. സെറോളജി. ഓക്കെ. പിന്നെ വരുന്നത് ഹെമറ്റോളജി. ഹെമറ്റോളജി നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് അല്ലെ. സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? സൈറ്റോളജി. സ്റ്റഡി ഓഫ് സെൽ ആണ് കേട്ടോ. എന്താണ്? സ്റ്റഡി ഓഫ് സെൽ. സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിന്റെ ക്ലിയർ ലിക്വിഡ് പോർഷൻ ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്ത് ബ്ലഡ് സെല്ലുകൾ ഉണ്ട്, പ്ലാസ്മയുണ്ട്. അതിനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലിയർ ലിക്വിഡ് പോർഷനെയാണ് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള പോർഷൻ സെറോളജി, സെറം എന്നാണ് പറയുക കേട്ടോ. ഈ സെറത്തിനകത്ത് ധാരാളം ആന്റിബോഡീസ്, ആന്റിജൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അവയെ നമുക്ക് പഠന വിധേയമാക്കിക്കൊണ്ടും പല വിധത്തിലുള്ള രോഗങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ. അതാണ് സെറോളജിക്കകത്ത് വരുന്നത്. ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. സൈറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് സെല്ലുകളാണ് കേട്ടോ. കോശങ്ങളെ കുറിച്ചുള്ള പഠനം. ഓക്കെ. കോശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ചില ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റിനൊക്കെ ആയിട്ട് നമ്മൾ പല ടിഷ്യൂസുകളും സെല്ലുകളൊക്കെ ഇതിന് വിധേയമാക്കും, ലാബ് ടെസ്റ്റിന് വിധേയമാക്കും. അങ്ങനെ നമുക്ക് പല ക്യാൻസറുകൾ കണ്ടെത്താനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ. അപ്പൊ ഈ പറയുന്ന 6 മേഖലകളില് ലാബ് പരിശോധനകൾ നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്ലിനിക്കൽ ലബോറട്ടറീസ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആയോ? ഏതൊക്കെയാണ് 6 വിഭാഗങ്ങൾ? ഏതൊക്കെയാണ്? ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ അല്ലെ. ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് വെച്ചാൽ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം. മനുഷ്യരെ പോലുള്ള ലിവിംഗ് ഓർഗാനിസത്തിൽ നടക്കുന്ന ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബയോമോളിക്യൂൾസ്, ഫാറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, അവരുടെയൊക്കെ റിയാക്ഷൻസ് ഉണ്ട്, ഇന്ററാക്ഷൻസ് ഒക്കെയാണ് അതിനകത്ത് പഠന വിധേയമാക്കുന്നത് കേട്ടോ. പിന്നെ ഹോർമോൺസിന്റെ ആ ഒരു അസസ്മെന്റ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഹിസ്റ്റോളജി, സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. സെറോളജി, സ്റ്റഡി ഓഫ് സെറം. ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ആൻഡ് സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ഇൻ മേക്കിംഗ് ആൻഡ് കൺഫേമിംഗ് ഡയഗ്നോസിസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. അപ്പൊ ഏത് രീതിയിലാണ് അവർ ലാബ് സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഈ പറയുന്ന ട്രീറ്റ്മെന്റ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡയഗ്നോസിങ് നടത്തുക അല്ലെ. ആ ഒരു രീതിയിൽ മെഡിക്കൽ സ്റ്റാഫുകളെ അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ലാബ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇത്രയും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പഠിച്ചു ലാബാണ്. രണ്ടാമത്തെ വിഭാഗമാണ് റേഡിയോളജി അല്ലെ. റേഡിയോളജി നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എക്സ്റേ, അതുപോലെ തന്നെ CT സ്കാൻ, MRI സ്കാൻ, അങ്ങനെ എല്ലാ വിധപ്പെട്ട സ്കാനിങ്ങും നടക്കുന്ന വിഭാഗമാണ് റേഡിയോളജി എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ രോഗനിർണയം നടത്തുന്നില്ലേ? ഓക്കെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് is to assist the physician in the diagnosis and treatment of a patient's disease by the use of radiography, fluoroscopy, അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? റേഡിയോഗ്രഫി അല്ലെ. റേഡിയോഗ്രഫി യൂസ് ചെയ്തിട്ട് എക്സ്റേ സ്കാനിങ്ങുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പി. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇമേജിംഗ് ടെക്നിക്ക് തന്നെയാണ് കേട്ടോ. ഇമേജിംഗ് ടെക്നിക്ക് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നതും. ഒരു മിനിറ്റ് കേട്ടോ.
ഓക്കെ. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു ഇമേജിംഗ് ടെക്നിക് ആണ്. അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? എക്സ്റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എക്സ്റേകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൂവിങ് ഇമേജസ് ആണ് എടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിന്റെ മൂവിങ് ആയിട്ടുള്ള ഇമേജസ് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തു വെച്ചാൽ മതി, എന്താണെന്നൊന്നും ചോദിക്കില്ല. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജിംഗ് മെത്തേഡ് തന്നെയാണ്. അവിടെ എക്സ്റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയാ ഇന്റേണൽ ഓർഗൻസിന്റെ മൂവിങ് ഇമേജസ്, അതിന്റെ ചലിക്കുന്ന ഇമേജസ് ആണ് അവിടെ എടുക്കുന്നത് കേട്ടോ. അതിനെയാണ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. പിന്നെ റേഡിയോ ഐസോട്ടോപ്സ് നമ്മൾ പഠിച്ചില്ലേ? എവിടെ പഠിച്ചു? നമ്മൾ ന്യൂക്ലിയർ മെഡിസിനകത്ത് പഠിച്ചു, ഓർമ്മയില്ലേ? റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമേജുകൾ എടുക്കുന്നുണ്ട്. സ്പെക്ട്ർ, PET-CT ഒക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ അങ്ങനെയുള്ളത് കേട്ടോ റേഡിയോ ഐസോട്ടോപ്സ്. ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയേഷൻ തെറാപ്പിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കില്ലേ? റേഡിയേഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കില്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹൈ വോൾട്ടേജ് ആണ്, ഏറ്റവും ഹൈ വോൾട്ടേജ്, ഹൈ എനർജി ഉള്ള എന്താണ് ഈ പറയുന്ന റേഡിയേഷൻസിനെ കടത്തി വിട്ടുകൊണ്ട് നമ്മൾ ഇമേജ് എടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇമേജിംഗ് ടെക്നിക്കുകളാണ്. ഇത് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് റേഡിയോളജി കേട്ടോ. അപ്പൊ നോക്കിയേ, ദ വാരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ്. എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്? എക്സ്റേ മെഷീൻസ് അല്ലെ, എക്സ്റേ മെഷീൻസ്. അതുപോലെ തന്നെ CT സ്കാൻ മെഷീൻ. CTയുടെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഇതാണ് കമ്പ്യൂട്ടർ, COMPUTED, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, TOMOGRAPHY കേട്ടോ. ചിലർക്ക് അറിയുന്നുണ്ടാവും, അറിയാവുന്നവർ എഴുതണമെന്നില്ല. അറിയാത്തവരൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങൾ റേഡിയോളജിയിൽ വീണ്ടും പഠിക്കും കേട്ടോ. CT എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഓക്കെ, CT സ്കാനുകള് കറക്റ്റ് ആണ് കേട്ടോ. അനുഷ്ഠിത കമ്പ്യൂട്ടർ അല്ല മോളെ, കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ TED ആണ് കേട്ടോ. TED ആണ്, കമ്പ്യൂട്ടർ അല്ല. കമ്പ്യൂട്ടർ ടോമോഗ്രഫി, COMPUTED. ഓക്കെ, അപ്പൊ അതാണ് CT. അടുത്തത് MRI. MRIയുടെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇതാണ് മാഗ്നറ്റിക്, MAGNETIC കേട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ്, RESONANCE, റെസൊണൻസ് ഇമേജിംഗ്. ഇമേജിംഗ് സ്പെല്ലിംഗ് എന്താ? IMAGING കേട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. CTയുടെ ഫുൾ ഫോം കമ്പ്യൂട്ടർ ടോമോഗ്രഫി. ഇവിടെ തന്നെ പഠിച്ചു വെച്ചോ കേട്ടോ. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് കറക്റ്റ് ആണ് കേട്ടോ ആദ്യം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? എക്കോ കാർഡിയോഗ്രാം. ഇതാണ് അതെ ശ്രീലക്ഷ്മി, റെസൊണൻസ് കറക്റ്റ് ആണ് കേട്ടോ, റെസൊണൻസ്. പിന്നെ എക്കോ കാർഡിയോഗ്രാം, അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, കളർ ഡോപ്ലർ. ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകളെല്ലാം ഏത് വിഭാഗത്തിൽ ഉണ്ടാവും? റേഡിയോളജി വിഭാഗത്തിൽ ഉണ്ടാവും. ഏതൊക്കെയാണ്? എക്സ്റേ മെഷീൻ ഉണ്ടാവും, CT സ്കാൻ മെഷീൻസ് ഉണ്ടായിരിക്കും, MRI മെഷീൻസ് ഉണ്ടായിരിക്കും, എക്കോ കാർഡിയോഗ്രാം. എക്കോ ടെസ്റ്റ് എവിടെയാ ചെയ്യുന്നത്? എക്കോ കാർഡിയോ, പേരിൽ തന്നെ കിടപ്പുണ്ട് അല്ലെ. അത് തന്നെ ഹൃദയത്തിന്റെ കേട്ടോ. കിട്ടിയില്ലേ? അതെ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. ഹാർട്ടിന്റെ ആ ഒരു സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പൊതുവെ എക്കോ ടെസ്റ്റുകൾ, അതിന് മിക്കവാറും എന്താ ഹാർട്ടിന്റെ അറകളെ പറ്റിയും അതിന്റെ ഭിത്തിയുടെ വാൾ തിക്നെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇമേജ് എടുക്കുന്നത് കേട്ടോ. എക്കോ കാർഡിയോഗ്രാം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് വേവ്സ് ആണ് കേട്ടോ. അൾട്രാസൗണ്ട് വേവ്സ്, അതായത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സിനെയാണ് നമ്മൾ അൾട്രാസൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹാർട്ടിന്റെ ഇമേജ് എടുക്കുന്ന ആ ഒരു മെത്തേഡാണ് എക്കോ കാർഡിയോഗ്രാം. എക്കോ ടെസ്റ്റ് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തതാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ അതെന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് വേവ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഹാർട്ടിന്റെ തന്നെ ഇമേജ് എടുക്കാനുണ്ട്. പിന്നെ കളർ ഡോപ്ലർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. കളർ ഡോപ്ലർ ആകുമ്പോൾ നമുക്ക് കളേർഡ് ആയിട്ട് ഇമേജ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പറയുന്ന അൾട്രാസൗണ്ട് കളർ ഡോപ്ലറിനകത്ത് നമുക്ക് ഈ ഹാർട്ടിന്റെ ഈ ബ്ലഡ് വെസലുകളിലൂടെയൊക്കെയുള്ള ബ്ലഡിന്റെ ഫ്ലോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ഈ ആർട്ടറിയിലൂടെയും വെയിനിലൂടെയൊക്കെ കടന്നു പോകുന്ന ബ്ലഡിന്റെ ഫ്ലോയും സർക്കുലേഷനും ഒക്കെ നമുക്ക് കളേർഡ് ആയിട്ട് അതിന്റെ ആ ഒരു
അതിന്റെ ഒരു പ്രഷറും അതിന്റെ ഒരു ഫ്ലോ റേറ്റും അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇമേജ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. കളർ ഡോപ്ലർ ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓക്കെ, രണ്ടിലും എക്കോ കാർഡിയോക്കകത്തും അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടിലും അൾട്രാസൗണ്ട് വേവ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്കോയിലാവുമ്പോൾ കുറേയും കൂടെ ഹാർട്ടിന്റെ ആ ഒരു സ്ട്രക്ചർ, ഫംഗ്ഷന്, അതിന്റെ അറകള്, വാൽവുകള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമേജ് ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ ആവുമ്പോൾ കളേർഡ് ആയിട്ട് നമുക്ക് ഇമേജ് കിട്ടും. അതിൽ കൂടുതൽ നമുക്ക് ഈ ആർട്ടറിയിലൂടെയും വെയിനിലൂടെ ഒക്കെ പോകുന്ന ബ്ലഡിന്റെ സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ റേറ്റ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള മെഷീനുകളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്തായിരിക്കും ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ അടുത്തത് കേട്ടോ, മൂന്നാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. എന്തെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തന്നെ ചോദിക്കാം കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി. ഇത് രണ്ടും ഓക്കെ ആണല്ലോ? ചെയ്യാറുണ്ട് വിധി, ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തത് കേട്ടോ, CSST, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, CSST. എന്തായിരിക്കും പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സെൻട്രൽ സ്റ്റീറൈൽ ആണ്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അണുവിമുക്തമാക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും എക്യുപ്മെന്റ്സ് എന്തായിരിക്കണം? സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിന് മുഴുവൻ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. This department is in charge of keeping all the instruments used in the hospital clean and sterilized to avoid the spreading of infections throughout the hospital. അതായത് ഒരു ഹോസ്പിറ്റലില് ഈ പറയുന്ന ആ ഒരു എന്താ പറയാ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നത് അല്ലെ, ആ ഒരു അണുവ്യാപനം തടയുന്നതിനായിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും എക്യുപ്മെന്റ്സുകളും ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് CSST എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിലെ എല്ലാവിധ ഇൻസ്ട്രുമെന്റുകളും എക്യുപ്മെന്റുകളും വളരെ ക്ലീൻ ആയിട്ടും സ്റ്റെറിലൈസ് ചെയ്തും സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പറയണം സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? They follow a strict procedure for sterilizing മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില പ്രൊസീജിയറുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ CSST എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കും കേട്ടോ. പല ടെമ്പറേച്ചർ, പല അയനൈസിംഗ് റേഡിയേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നത്. എളുപ്പമല്ലേ ഇത്? എളുപ്പമാണ് കേട്ടോ. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണ് നോക്കുക? ഹോസ്പിറ്റലിലെ എല്ലാ എക്യുപ്മെന്റ്സുകളും ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന അത് സ്പോൺസർഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഹൗസ് കീപ്പിംഗ്. ഇതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്തായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ്? നമുക്കറിയാം അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ എല്ലാ സമയത്തും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഫുൾ ടൈം ഫ്ലോർ ക്ലീൻ ചെയ്യുന്നു, തുടയ്ക്കുന്നു, അടിച്ചു വാരുന്നു. അതുപോലെ റൂമുകളിലാണെങ്കിൽ അവർ വന്ന് ബാത്റൂമില് ഈ പറയുന്ന ബാത്റൂമിൽ ഡെയിലി വാഷ് ചെയ്യുന്നു അല്ലെ, അവിടുത്തെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള വിഭാഗമാണ് ഇത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. This department takes the charge of keeping the hospital clean and neat. കേട്ടോ, ഹോസ്പിറ്റലിന് മൊത്തത്തിൽ ക്ലീനും നീറ്റും ആയിട്ട് ഇരിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതും CSST മാറിപ്പോകരുത് കേട്ടോ. CSST നമ്മൾ പറയുന്നത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ കേട്ടോ, എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് CSST. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ മൊത്തത്തിന് ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷത്തിൽ ഹോസ്പിറ്റൽ മൊത്തത്തിന് ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും ഇരിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. It involves doing the laundry and cleaning all the rooms of hospital and effectively disposing of medical waste according to the strict hospital disposal procedures. അപ്പോ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ? ലോണ്ടറി വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണികൾ അല്ലെ, ഈ പറയുന്ന ബെഡ്ഷീറ്റുകള്, കർട്ടൻസുകള്, പില്ലോ കവർ, ഇതൊക്കെ എന്നും മാറ്റുന്നുണ്ട് അല്ലെ. ഇതെല്ലാം റിമൂവ് ചെയ്ത് കൊണ്ട് ക്ലീൻ ചെയ്തും വൃത്തിയാക്കുന്നതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതുപോലെ ക്ലീനിങ് ഓൾ ദ റൂംസ് ഓഫ് ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളും ക്ലീൻ ചെയ്യുന്നതും and effectively disposing of medical waste according to the strict hospital disposal procedures.
അതായത് കർശനമായിട്ടുള്ള ഹോസ്പിറ്റൽ പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിട്ടുണ്ട് മെഡിക്കൽ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ ലാബ് മനസ്സിലാക്കി, റേഡിയോളജി കണ്ടു, CSST, ഹൗസ് കീപ്പിംഗ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അഥവാ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആ പേരിൽ നിന്ന് നമുക്കറിയാം എന്തായിരിക്കും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും അവിടുത്തെ പേഷ്യൻസിനും അവിടുത്തെ സന്ദർശകർക്കും ഒക്കെ എന്താണ് ഫുഡ് അല്ലെ? ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ, ഡയറ്ററി സർവീസസ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് food services to inpatients, their families and staff of the hospital based on a nutritional menu provided by the nutrition department. അതായത് ഒരു ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അവരെ പ്രൊവൈഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ മെനു പ്രകാരം അല്ലെ, അതിനനുസരിച്ച് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായിക്കോട്ടെ അവിടുത്തെ രോഗികൾക്കും മറ്റ് അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതനുസരിച്ചിട്ടാണ്. അപ്പൊ ആ രീതിയിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ ആണ് അല്ലെ? തോന്നിയ രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് ആശുപത്രിയിൽ സപ്ലൈ ചെയ്യുന്നത് അല്ല, കൃത്യമായിട്ടുള്ള ആ ഒരു ന്യൂട്രീഷണൽ മെനു പ്രകാരമാണ് അവിടെ ഫുഡ് എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. എല്ലാ രോഗികൾക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഓരോരുത്തർക്ക് അവരുടെ അസുഖത്തിനനുസരിച്ച് കൊണ്ടുള്ള ഫുഡുകളെ അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ മെനു പ്രകാരം ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ ആണ്. ഓക്കെ, അതാണ് അടുത്ത പറയുന്നത്. ദ ഡയറ്റീഷ്യൻ ഈസ് എ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം ആൻഡ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ നഴ്സിംഗ് സർവീസസ് പേഴ്സണൽസ് ഇൻ മീറ്റിംഗ് ദ പേഷ്യൻസ് ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ഇൻ ടീച്ചിങ്. അതായത് ഈ പറയുന്ന രോഗികളുടെ അവരുടെ പോഷക ആവശ്യകതകള്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആ ഒരു ഡയറ്റ് കൗൺസിലിംഗ്, അതാണ് ഇവിടെ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത്. അവരെ പഠിപ്പിക്കാന്ന് വെച്ചാൽ അവർക്ക് ഡയറ്റ് സംബന്ധമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഡയറ്റീഷ്യൻ. ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന വ്യക്തി ഹെൽത്ത് ടീമിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. അവരുടെ തന്നെ ഒരു ഹെൽത്ത് ടീമിന്റെ ഭാഗമാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? ഈ പറയുന്ന അവിടുത്തെ നഴ്സ് അല്ലെ, നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് രോഗികളുടെ പോഷകാഹാര ആവശ്യകതകളും അവർക്ക് വേണ്ട ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. അദ്ദേഹം ഹെൽത്ത് ടീമിന്റെ തന്നെ ഭാഗമാണ്. പിന്നെന്താണ് പറയുന്നത്? He or she is responsible for the ordering of supplies and the supervision of all the staffs engaged in the preparation and the delivery of food. അത് മാത്രമല്ല, ഈ പറയുന്ന സപ്ലൈസ് മീൻസ് ഫുഡ് സംബന്ധമായിട്ടുള്ള സപ്ലൈസുകളെല്ലാം ഓർഡർ ചെയ്യുന്നതും അതുപോലെ ഈ പറയുന്ന ഭക്ഷണത്തിന്റെ ഈ പറയുന്ന ഫുഡ് പ്രിപ്പറേഷനിലായിക്കോട്ടെ ഫുഡ് വിതരണം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളും സൂപ്പർവൈസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കൂ, മനസ്സിലായോ നോക്കിയേ. This department provides food services to inpatients, their families and staff of the hospital based on the nutritional menu provided by the nutrition department. The dietitian is a member of the health team and works closely with the nursing services personnel in meeting the patient's nutritional needs and in teaching. He or she is responsible for the ordering of supplies and the supervision of all the staffs engaged in the preparation and the delivery of food. Okay, ആണോ? മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അടുത്തത് കേട്ടോ മെഡിക്കൽ സോഷ്യൽ വർക്ക് കേട്ടോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റുകൾ എവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനായിരിക്കും? നമുക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അല്ലെ? എന്തിനായിരിക്കും അവർ പ്രവർത്തിക്കുന്നുണ്ടാവുക? ഈ പറയുന്ന ആളുകൾക്ക് മാനസികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ? കാര്യം നമുക്കറിയാം അസുഖങ്ങൾ വരുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ശാരീരികമായിട്ട് വീക്കാവും, മാനസികമായിട്ട് നമ്മൾ വീക്കാവുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലെ ആളുകൾക്ക് നേരിടാനായിട്ട്
അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് മാൻഡ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് helps the patients and their families, deals with a broad range of psychosocial issues and stresses related to coping with the illness and maintaining health. ഓക്കെ, അതായത് ഈ പറയുന്ന ആളുകൾക്ക്, പേഷ്യൻസ് അല്ലെ, രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഈ പറയുന്ന വിവിധ രീതിയിലുള്ള സൈക്കോ സോഷ്യൽ പ്രോബ്ലംസുകളും അവരുടെ ആശങ്കകള്, അവരുടെ ഉത്കണ്ഠകള്, അതുപോലെ തന്നെ അസുഖങ്ങളെ അവർക്ക് നേരിടാനും അതിലൂടെ അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാനായിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സും ഈ പറയുന്ന മെഡിക്കൽ സോഷ്യൽ വർക്കർമാരെ ഉൾപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ക്ലിയർ ചെയ്ത് വെക്കാം. ഇതും ഏത് മാറിപ്പോകരുത്, സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ആ രീതിയിലാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ്സസ് ദ ചാലഞ്ചസ് ഫാമിലീസ് ഫേസ് അല്ലെ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രോഗിയുടെ കുടുംബാംഗങ്ങള് അവര് ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് നേരിടാനായിട്ട് അവര് പ്രാപ്തരാകും, അവരതിനെ നേരിടാനായിട്ട് അവരെ സഹായിക്കുന്നതും, അതുപോലെ തന്നെ ഇൻക്രീസ് ദ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ, ഇൻക്രീസ് ദ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ. അതായത് ഈ പറയുന്ന ഒരു ഹെൽത്ത് കെയർ ഫീൽഡ്, ഒരു ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും ഒരുപോലെ ലഭ്യമാവണം അല്ലെ. എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. അവിടെ ഒരിക്കലും പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബേസിലോ റിലിജിയന്റെ ബേസിലോ അല്ല ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. എല്ലാ രോഗികൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം, അവർക്കത് പ്രയോജനപ്പെടുത്താനും അവർക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കണം. ആ ഒരു ആക്സസിബിലിറ്റി, എല്ലാവർക്കും ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ സർവ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ ഇൻഡിവിജ്വൽ, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. ആ ഒരു രീതിയിൽ ഡോക്ടേഴ്സിനും രോഗികൾക്കും ഈ രോഗികൾ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾക്കും ഈ പറയുന്ന കമ്മ്യൂണിറ്റി എല്ലാവരും ഉൾപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഒരു പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അവർക്കിടയിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളാണ് ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഡോക്ടേഴ്സിനും പേഷ്യൻസിനും ഫാമിലീസിനും കമ്മ്യൂണിറ്റിക്കും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അവർക്കിടയിൽ ഒരു ലിങ്ക് ചെയ്യുന്ന, അവർ എല്ലാവരും ലിങ്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്നുമില്ല, രോഗങ്ങളെ നേരിടാനായിട്ട് അവരെ ഒരു മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, എല്ലാ രീതിയിലും അവരുടെ ഉത്കണ്ഠകള്, ആശങ്കകള് അതിനെയൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. അത്രയും. നെക്സ്റ്റ് വരുന്നതാണ് ഫിസിയോതെറാപ്പി കേട്ടോ. ഫിസിയോതെറാപ്പി ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഫിസിയോതെറാപ്പി നോക്കിക്കേ. ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റിഹാബിലിറ്റേഷൻ പേഷ്യൻസ്. പ്രധാനമായിട്ടും റിഹാബിലിറ്റേഷൻ പേഷ്യൻസിന് അല്ലെ, പുനരധിവാസം നടത്തേണ്ട ചില പേഷ്യൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് അല്ലെ, ചിലപ്പോ കയ്യോ കാലോ ഒടിയോ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു വരാമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു അവരെയൊക്കെ ഒരു റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ആണ് അല്ലെ. അവരെ ഒരു നോർമൽ ഫംഗ്ഷനിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ചില പേഷ്യൻസ് ഉണ്ട്. അവര് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ്, മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. കൂടുതലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്തുമായിട്ടാണ് കണക്ഷൻ വരുന്നത്? ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. എന്ന് പറഞ്ഞ ഓർത്തോപീഡിക്കിനോട് മാത്രമല്ല കേട്ടോ കണക്ഷൻ വരുന്നത്, മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കണക്ഷൻ വരുന്നുണ്ട്. എങ്കിലും കൂടുതൽ എന്താണ് ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ്. കാര്യം എന്താന്ന് വെച്ചാൽ മസ്കുലോസ്കെലറ്റൽ പ്രോബ്ലംസുകളൊക്കെയാണ് കൂടുതലും നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കയ്യോ കാലോ പൊടിയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ ഉണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള രോഗികളെ അവരുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരും. ഓക്കെ, this department offers a wide range of body healing therapy that will help a patient resume the normal function. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പല രീതിയിലുള്ള ബോഡി ഹീലിംഗ് തെറാപ്പികൾ അവർ നടത്തുന്നുണ്ട്. ഹീറ്റ്, കോൾഡ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സർസൈസുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹീലിംഗ് തെറാപ്പിയാണ് അവര് ഫോളോ ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഒരു നോർമൽ ഫംഗ്ഷനിങ്ങിലോട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, this department offers outpatient as well as inpatient services. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻപേഷ്യന്റ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അതായത് ഇപ്പൊ രോഗീനെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കേണ്ട സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും അവര് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് ഫിസിയോതെറാപ്പി ഒന്നും ഇല്ല, ജസ്റ്റ് ഓരോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് ഫാർമസി. അതും നമുക്കറിയാം അല്ലെ, ഫാർമസി. Every hospital must be equipped with a pharmacy which provides drugs for the entire hospital. അല്ലെ, ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലും, എത്ര ചെറിയ ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്? ഫാർമസി ഉണ്ട്. പണ്ട് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അല്ലെ. പണ്ട് ചില മരുന്നുകളൊക്കെ പുറത്തോട്ട് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കണം. അതിന് അത്രയും എക്വിപ്ഡ് ആയിട്ടുള്ള ഫാർമസികൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഇറ്റ് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് ദ മെഡിക്കേഷൻ ഫോർ പേഷ്യൻസ് ബട്ട് ആൾസോ പ്രൊവൈഡ്സ് അതർ ഡ്രഗ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ പേഷ്യൻസ് കെയർ ഓർ സർജറീസ്. ഒരു ഫാർമസി എന്ന് പറയുമ്പോൾ അവിടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കൽ മാത്രമല്ല അവിടെ ചെയ്യുന്നത്, പിന്നെ എന്തും കൂടിയാണ്, ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് എന്തായിരിക്കും, ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകളും അതുപോലെ തന്നെ മറ്റ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്? ഫാർമസി തന്നെയാണ്. ഫാർമസി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കൽ മാത്രമല്ല അല്ലെ, ആ ഒരു ഹോസ്പിറ്റലില് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റുകളും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും വിതരണം ചെയ്യുന്നത് ആര് തന്നെയാണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റ് തന്നെ. ഓക്കെ, ഇനി നോക്കൂ, റൺ ബൈ എ ഫാർമസിസ്റ്റ് അല്ലെ. നമുക്കറിയാലോ ഒരു ഫാർമസി ആരായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക? ഫാർമസിസ്റ്റ് ആയിരിക്കും അല്ലെ. ഓക്കെ, ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസസ്. ഇനി എങ്ങനെയൊക്കെയുള്ള സേവനങ്ങളാണ് ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കൂട്ടോ, ഇത് ഡ്യൂട്ടി തന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണെന്ന് ചോദിക്കുന്നത് എളുപ്പമാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ എന്താണ്? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ. അതായത് ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഫാർമസി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് സെപ്പറേറ്റ് ചാപ്റ്ററിൽ. ഈ പറയുന്ന ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകളൊക്കെ പർച്ചേസ് ചെയ്യുക, അത് സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സർവീസ് ആണ്. അതുപോലെ തന്നെ ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. ഇൻപേഷ്യൻസ് ആയിട്ടുള്ള രോഗികൾ ഉണ്ടാവില്ലേ അവിടെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യണം. അതുകൂടാണ്ട് ഔട്ട് പേഷ്യൻസും വരുന്നുണ്ട് അല്ലെ, അതായത് സ്റ്റേ ചെയ്യാണ്ട് ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തു പോകുന്ന രോഗികളുണ്ട്. അപ്പൊ അവർക്കുമായിട്ടുള്ള മരുന്നുകളും അതിന്റെ ഡിസ്പെൻസിങ്ങും ആര് തന്നെയാണ് ചെയ്യുന്നത്? ഫാർമസി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്? ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. അതായത് ഈ നമ്മൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ് കേട്ടോ. ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് ഇല്ലേ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലിനിക്കൽ ഫാർമസി അത് സാധാരണ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗിൽ പ്രവർത്തിക്കുന്ന ഫാർമസി ആയിരിക്കും. അതായത് ഈ ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്ന രോഗികൾ ഉണ്ടാവില്ലേ, ഡോക്ടർ വരുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങിച്ചു പോകുന്ന ആളുകള്. അപ്പൊ ആ ഒരു ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിലുള്ളതാണ് ക്ലിനിക്കൽ ഫാർമസി. വാർഡ് ഫാർമസി എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വാർഡ് ഫാർമസി ആയിരിക്കും കേട്ടോ. വാർഡിലായിട്ട് ഒരു ഫാർമസി, ഓരോ വാർഡിലായിട്ട് ഒരു ഫാർമസി ഉണ്ട്. ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിനുള്ള മരുന്നുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്നത് വാർഡ് ഫാർമസിയിൽ നിന്നും. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻസിന് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഫാർമസിയാണ് കേട്ടോ ക്ലിനിക്കൽ ഫാർമസി. രണ്ട് സൗകര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ്. അതുകൂടാണ്ട് ഈ പറയുന്ന ഫാർമസി എന്ത് ചെയ്യും? ഡോക്ടേഴ്സിനായിട്ട് ഒരു മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അതിനെ ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയാം. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാർമസി പഠിക്കുമ്പോൾ പറയാം. ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയാം. അതായത് ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് ആ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള കുറെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെഡിക്കേഷൻ പ്രൊസീജിയർ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫാർമസി ഡോക്ടേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സ് രോഗികൾക്ക് മരുന്നുകൾ എഴുതുന്നത്. പക്ഷെ അവരുടെ ഫാർമസിയിൽ അതിനായിട്ട് ലഭ്യമായിട്ടുള്ള മരുന്നുകളായിരിക്കും അവരവിടെ എഴുതുന്നുണ്ടാവുക.
ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഡ്രഗ് ഫോർമുലറി എന്നാണ് പറയാ. ഇവിടെ പറയുന്നത് ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ് കേട്ടോ. അപ്പൊ ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഈ പറയുന്ന ചില മെഡിക്കേഷൻ പ്രൊസീജിയറുകൾ അടങ്ങുന്ന ഒരു എന്താ പറയുക ഡോക്യുമെന്റ്സ് ആര് കൊടുക്കുന്നുണ്ട്? ഫാർമസി ഡോക്ടേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സുകൾ മരുന്നുകൾ എടുക്കുന്നതും അത് ഉപയോഗിക്കേണ്ട ക്രമങ്ങളൊക്കെ രോഗികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആരുടെ സർവീസ് ആണ്? ഫാർമസിയുടെ സർവീസ് ആണ്. സിമ്പിൾ അല്ലേ? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട്പേഷ്യന്റ് ഡിസ്പെൻസിംഗ്, clinical and pharmacy. Then doctors are usually given set of procedures of medication by the pharmacy to use as a guide. Okay, clear ആണല്ലോ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. എന്താണത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അഥവാ MRD കേട്ടോ. MRD ഷോർട്ട് ആക്കി പറയുന്നതാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇനി തേർഡ് മൊഡ്യൂളില് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അവൻ നോക്കാം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. This department handles recording and maintaining all the records on files of inpatients as well as outpatients. അല്ലെ, ഈ പറയുന്ന അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും എല്ലാവിധ റെക്കോർഡുകളും ഫയലുകളും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, it is with these records that the medical statistics can be formulated and it serves as a reference for the future purpose. ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് റെക്കോർഡാണ് അല്ലെ. ഒരു രോഗിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെക്കോർഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഡിക്കലിന്റെ സ്ഥിതി വിവര കണക്കുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതൊക്കെ ഈ ഒരു മെഡിക്കൽ റെക്കോർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല, നമുക്ക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. കാര്യം ആ ഒരു രോഗിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, കംപ്ലീറ്റ് വിവരങ്ങളും നമുക്ക് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാം ഈ പറയുന്ന ഇൻപേഷ്യൻസിന്റെ ഔട്ട് പേഷ്യൻസിന്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. MRD എന്നാണ് പറയാ കേട്ടോ. MRD. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു. ഏതൊക്കെ എത്രയെണ്ണം നമ്മൾ പറഞ്ഞു? ഇപ്പൊ ഏകദേശം 9 എണ്ണം പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു 3 എണ്ണം കൂടെ പറയാനുള്ളൂ കേട്ടോ സപ്പോർട്ടീവ്. പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സൈറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് സെല്ലാണ് കേട്ടോ. സെല്ല് എന്ന് വെച്ചാൽ എന്താ? കോശങ്ങളാണ് കേട്ടോ. നമ്മുടെ ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുകളാണ്, കോശങ്ങളാണ് കേട്ടോ. ഈ കോശങ്ങളെ കുറിച്ചുള്ള പഠനം, അതിനെയാണ് നമ്മൾ സൈറ്റോളജി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് കോശങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ടിഷ്യൂ ഫോം ചെയ്യുന്നത് കേട്ടോ. ആ ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. സെല്ലുകളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി, ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ വായിക്കാൻ നോക്കുക കേട്ടോ. വായിച്ച് ക്ലിയർ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.